നാരായണ 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 നാരായണ. രാമ 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 രാമ. രാമ 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 രാമ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ നിരാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവഹ്നിം ജനകാത്മജായ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സ ലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യാം. സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രപ്രഭുവേ ശരണം. എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്കും കൂപ്പുകയും വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 369 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാൽമീകി രാമായണത്തിലെ 4ാമത്തെ സുന്ദരകാണ്ഡത്തിലെ 4ാം സർഗം, ചതുർത്ഥ സർഗമാണ് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ലങ്കാശ്രീയുടെ ചെറുത്തുനിൽപ്പെല്ലാം നമ്മൾ കണ്ടു. ആ ചെറുത്തുനിൽപ്പിനെയും ഹനുമാൻ വളരെ ധൈര്യപൂർവ്വം നേരിട്ടു. ഹനുമാൻ്റെ ഒരു താടനം കൊണ്ട് ലങ്കാലക്ഷ്മി താഴെ വീണുപോയി എന്ന് നമ്മൾ കണ്ടു. ബ്രഹ്മാവിൻ്റെ നിശ്ചയപ്രകാരം ലങ്കാനഗരിക്ക് ക്ഷീണം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ലങ്കാലക്ഷ്മി തൻ്റെ സമ്മതത്തോടു കൂടി ഹനുമാനെ ലങ്കയിലേക്ക് പ്രവേശിക്കാനായിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ ലങ്കാപുരിയിലേക്ക് പ്രവേശിക്കുന്നു ഹനുമാൻ. ആ ലങ്കാപുരിയുടെ വർണ്ണനയാണ് ഈ അധ്യായത്തിൽ. വളരെ വിസ്തൃതമായിട്ടാണ് വാൽമീകി മഹർഷി ലങ്കാനഗരത്തെ വർണ്ണിക്കുന്നത്. നമുക്ക് ഈ അധ്യായം പാരായണം ചെയ്തതിന് ശേഷം എന്താണ് അതിൽ വർണ്ണിക്കുന്നതെന്ന് കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ ചതുർത്ഥസർഗ. സനർജിത്യ പുരീം ശ്രേഷ്ഠാം ലങ്കാം താം കാമരൂപിണീം വിക്രമേണ മഹാതേജ ഹനുമാൻ കപിസത്തമാം അദ്വാരേണ മഹാബാഹോ പ്രാകാരമഭിപുപ്ലവേ നിശിലങ്കാം മഹാസത്വോ വിവേശ കപികുഞ്ജരാം പ്രവിശ്യ നഗരീം ലങ്കാം കപിരാജഹിതം കരാം ചക്രേഥപാദം സവ്യം ച ശത്രുണാം സദമൂർധനി പ്രവിഷ്ടസത്വസമ്പന്നോ നിശായാം മാരുതാത്മജാം സമഹാപസമാസ്ഥായ മുക്തപുഷ്പവിരാജിതം തതസ്സുതാം പുരീം ലങ്കാം രമ്യാം അഭിയയൗ കപി ഹസിതോത്കൃഷ്ടനിനദൈ സൂര്യഘോഷ പുരസ്സരൈ വജ്രാങ്കുശ നികാശൈശ്ച വജ്രജാലവിഭൂഷിതൈ ഗൃഹമുഖ്യൈ പുരീകാ രമ്യാം ബഭാസൈദ്യൗരിവാംബുധൈ പ്രജദ്വാരതദാരംഗാം ലക്ഷോഗണഗൃഹൈ ശുഭൈ സിതാഭ്രസദൃശൈ ചിത്രൈ പത്മസ്വസ്തികസംസ്ഥിതൈ
വർത്തമാനഗൃഹൈശ്ചാപി സർവദാ സുവിഭൂഷിതാം താം വിചിത്രമാല്യാഭരണാം കവിരാജഹിതങ്കരാം രാഘവാർത്ഥം ചരൻ ശ്രീമാൻ ദദർശ തദനന്ദജാം ഭവനാത്ഭവനം ഗച്ഛൻ ദദർശ പവനാത്മജ വിവിധാകൃതിരൂപാണി ഭവനാനി തതസ്സതാം ശുശ്രാവമധുരം ഗീതം സ്വസ്ഥാനസ്വരഭൂഷിതം ശ്രീണാം മധുസമൃദ്ധാനാം ദിവി ചാപ്സരസാമിവാം ശുശ്രാവ കാഞ്ചീനിനദം നൂപുരാണാം ച നിസ്വനം സോപാനനിനദാംശൈവാം ഭവനേഷു മഹാത്മനാം ആസ്ഫോടിതനിനാദാംശാം ക്ഷേളിതാംശ സതസതാം ശുശ്രാവജപദാം തത്ര മന്ത്രാൻ രക്ഷോ ഗൃഹേഷു വൈ സ്വാധ്യായനിരതാംശൈവാം യാതുധാനാൻ ദദർശസാം രാവണസ്തവ സംയുക്താൻ ഗർജതോ രാക്ഷസാനപി രാജമാർഗം സമാവൃത്യ സ്ഥിതം രക്ഷോപരം മഹൽ ദദർശ മധ്യമേ ഗുൽമേ രാക്ഷസസ്യ ചരാൻ ബഹൂൻ ഈക്ഷിതാൻ ജഡിലാൻ മുണ്ടാൻ ഗോചിരാം പരവാസസാ ദർഭമുഷ്ടിപ്രഹരണാൻ അഗ്നികുണ്ടായുധാംസ്തഥാം കൂടമുൽക്കരപാണീംശ ദണ്ഡായുധധരാനപി ഏകാക്ഷാനേകകർണാശാം ലംബോദരപയോധരാൻ കരാളാൻ ഭുഗ്നവക്രാംശ വികടാൻവാമനാംസ്തഥാം ധന്വിന ഖഡ്ഗിനശ്ചൈവാം ശതഗ്നിമുസലായുധാൻ പരിഘോത്തമഹസ്താംശ വിചിത്രകവചോജ്വലാൻ നാദിസ്ഥൂലാൻ നാദികൃശാൻ നാദിദീർഘാദിഹ്രസ്വകാൻ നാദികൗരാൻ നാദികൃഷ്ണാൻ നാദികുബ്ജാൻ നവാമനാൻ വിരൂപാൻ ബഹുരൂപാംശാം സുരൂപാംശ സുവർച്ചസാം പതാകാധ്വജിനശ്ചൈവാം ദദർശ വിവിധായുധാൻ ശക്തിവൃക്ഷായുധാംശൈവ പട്ടിശാശനിധാരിണാം ക്ഷേപണീ പാശഹസ്താംശ ദദർശ സമഹാകപി സ്രഗ്ഗുണസ്തനുലിപ്താംശ വരാഭരണഭൂഷിതാൻ നാനാവേഷസമായുക്താൻ യഥാസ്വൈരഗതാൻ ബഹൂൻ തീക്ഷ്ണശൂലധരാംശൈവാം വജ്രണശ്ച മഹാബലാൻ ശതസാഹസ്രമഭ്യഗ്രം ആരക്ഷം മധ്യമം കപി യക്ഷോധിപതി നിർദ്ദിഷ്ടം ദദർശാന്തപുരാഗ്രതാം സതദാ തദ്ഗൃഹം ദൃഷ്ട്വാ മഹാഹാടകതോരണം രാക്ഷസേന്ദ്രസ്യ വിഖ്യാതം അദ്രിമൂർധ്നി പ്രതിഷ്ഠിതം പുണ്ടരീകാവതംസാഭി പരിഖാഭി സമാവൃതം പ്രാകാരാവൃതമത്യന്തം ദദർശ സമഹാകപി ശ്രവിഷ്ടനിഭം ദിവ്യം ദിവ്യനാദവിനാദിതം വാജിശേഷിതസംഘുഷ്ടം നാദിതം ഭൂഷണൈസ്തഥാ യഥൈര്യാനൈർവിമാനൈശ്ച തഥാ ഗജഹയൈശുഭൈ വാരണൈശ്ച ചതുർദന്തൈ ശ്വേതാഭ്ര നിജയോപമൈഃ ഭൂഷിതം രുചിരദ്വാരം മത്തൈശ്ച മൃഗപക്ഷിഭിः രക്ഷിതം സുമഹാവീര്യൈ യാതുധാനൈ സഹസ്രശാം രാക്ഷസാധിപതേർഗുപ്തമാവിവേശ ഗൃഹം കപി സ്നേഹം ജാംബൂനദചക്രവാളം മഹാർഹമുക്താമണിഭൂഷിതാന്തം പരാർത്ഥകാലാഗരുചന്ദനാകൃതം സ രാവണാന്തഃപുരമാവിവേശ ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയാദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം സുന്ദരകാണ്ഡേ ലങ്കാപുരീപ്രവേശോ നാമ ചതുർത്ഥസർഗ. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 രാമ. ലങ്കാപുരിയിലേക്ക് പ്രവേശിച്ചു ഹനുമാൻ എന്ന് വർണ്ണിക്കുകയാണ്. ലങ്കാപുരിയുടെ വർണ്ണനയൊക്കെയാണ് ഈ അധ്യായത്തിൽ. ലങ്കാശ്രീയുടെ വാക്കുകളൊക്കെ കേട്ട് ആഞ്ജനേയസ്വാമിക്കും സന്തോഷമായി. ഏതായാലും ഒരു സ്ത്രീ അവരുടെ അനുവാദം തന്നുവല്ലോ. രാവണൻ്റെ അംഗ സംരക്ഷകയായിട്ടുള്ള സ്ത്രീ, ആ ലങ്കാലക്ഷ്മിയെ ജയിച്ച പ്ലവകേശ്വരനായിട്ടുള്ള ഹനുമാൻ നേരിട്ട് ഗോപുരദ്വാരത്തിൽ കൂടിയല്ല അത്ര പട്ടണത്തിലേക്ക് കടന്നുപോയത്. സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് മതിൽ ചാടി കടന്നു എന്നാണ് പറയണത്.
അങ്ങനെ നേർവഴിക്ക് പോകേണ്ട ഏതെങ്കിലും ദിവസത്തിൽ രാക്ഷസന്മാരെ കണ്ടുപിടിച്ചാലോ എന്നുള്ള സംശയത്താൽ മതിലിൻ്റെ പുറത്ത് കയറി ചാടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നത്. ഇടത്ത് കാല് വെച്ചാണ് അത് ചാടിയത്. അത് സന്ധ്യ കഴിഞ്ഞ സമയത്താണ് അകത്ത് കിടന്നത്. അങ്ങനെ രാജപാതയിൽ കൂടി ലങ്കാപുരിയിലേക്ക് ഇങ്ങനെ നടന്നുപോയി എന്നാണ്. ഗംഭീരമായിട്ടുള്ള രാജപാത, ധാരാളം പുഷ്പങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. പെരുമ്പറകളുടെ മധുര നാദം കേൾക്കാനുണ്ട്. വജ്രനിർമ്മിതമായിട്ടുള്ള ഗൃഹങ്ങൾ നിറയെ കാണാനായിട്ട് സാധിച്ചു. ആ നഗരിയിൽ താമരപ്പൂ പോലെ, സ്വസ്തിക ചിഹ്നം പോലെയൊക്കെ ഉയർന്നു നിൽക്കുന്ന വെൺമാളികകൾ, ധനധാന്യ സമൃദ്ധങ്ങളായിട്ടുള്ള കച്ചവട മന്ദിരങ്ങൾ, വിചിത്രമാലകളാൽ അലങ്കരിച്ച ഗൃഹങ്ങൾ, രാക്ഷസഗൃഹങ്ങൾ. അങ്ങനെ മനോമോഹനമായിരുന്നു ആ വീഥി എന്ന് വർണ്ണിക്കുകയാണ്. അങ്ങനെ ആ വീഥികളിൽ ഓരോന്നോരോന്നായിട്ട് കവിരാജൻ ആയിട്ടുള്ള ഹനുമാൻ ശ്രീരാമകാര്യം സാധിക്കാൻ വേണ്ടി നടന്നുകൊണ്ട് അങ്ങനെ പോയി എന്ന് പറയുന്നത്. സന്തുഷ്ടനായിട്ട് നടന്നു പോവുകയാണ്. അതിൽ വിവിധമായ രൂപത്തിലുള്ള ഭവനത്തിൽ നിന്ന് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് എന്നുള്ള ഭാഗത്തിൽ, ഒരു വീടിൻ്റെ പടിക്കൽ നിന്ന് അടുത്ത വീടിൻ്റെ പടിക്കലേക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പിന്നിട്ട് കൊണ്ട് ഹനുമാൻ യാത്ര പോവുകയാണ് ആ വീഥിയിൽ കൂടെ, രാജവീഥിയിൽ കൂടെ. രാഘവാർത്ഥം ചരൻ ശ്രീമാൻ ദദർശ ച നനന്ദജ ഭവനാൽ ഭവനം ഗച്ഛൻ ദദർശ ഭവനാത്മജ. ഭവനാൽ ഭവനം ഗച്ഛൻ, ഓരോ വീടും താണ്ടിക്കൊണ്ട്, ഓരോ വീട്ടിൽ നിന്ന് കടന്നുപോയിക്കൊണ്ട് വായുപുത്രനായിട്ടുള്ള ഹനുമാൻ യാത്ര ചെയ്യുമ്പോൾ ധാരാളം മണിമന്ദിരങ്ങളെല്ലാം കണ്ടു എന്നെല്ലാം വർണ്ണിക്കുകയാണ് ചെയ്തത്. വലിയ വലിയ ഗൃഹങ്ങൾ, വലിയ രാക്ഷസന്മാരുടെ ഗൃഹങ്ങളിൽ നിന്ന് ചിലമ്പൊലികളുടെ ശബ്ദം കേൾക്കാം, അരഞ്ഞാണിൻ്റെ കിലുക്കം കേൾക്കാം, കോണി കയറിയിറങ്ങുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ സ്വർഗത്തിലെ എപ്രകാരമാണോ അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത്, അതുപോലെ ഇവിടെ അസുരന്മാരുടെ മങ്കമാർ, അസുര സ്ത്രീകൾ മതത്തോടുകൂടി ഓരോരോ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട്, ഗാനങ്ങൾ പാടിക്കൊണ്ട് ആലപിക്കുന്നു, സന്തോഷിക്കുന്നു. എന്നാൽ ചില വീടുകളിൽ നിന്ന് മന്ത്രജപങ്ങളൊക്കെ കേട്ടു എന്ന് പറയുകയാണ്. രാക്ഷസന്മാർ മന്ത്രം ജപിക്കുമെന്നർത്ഥം. മറ്റു ചിലയിടങ്ങളിൽ നിന്ന് വേദോച്ചാരണം കേട്ടു. ചില വീടുകളിൽ നിന്ന് രാവണനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനം, രാവണ കീർത്തനങ്ങൾ ആലപിക്കുന്ന രാക്ഷസ സമൂഹത്തെ കണ്ടു. പലരും രാജവീഥികളിലൊക്കെ ഇറങ്ങി നിന്നുകൊണ്ടൊക്കെ കീർത്തനം ചെല്ലുന്നുണ്ട് അത്ര, രാവണനെ സ്തുതിച്ചുകൊണ്ട്. ധാരാളം പേര്, ദശഗ്രീവ ചാരന്മാർ, രാക്ഷസൻ്റെ ചാരന്മാർ സൈന്യനിരകളുടെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. ചിലരൊക്കെ ദീക്ഷ വളർത്തിയിട്ടുണ്ട്, ചിലർ മുണ്ടനം ചെയ്തവരാണ്, ജടാഭാരത്തോടു കൂടിയും മൂരിയുടെ കാളകളുടെ തോലൊക്കെ ഉടുത്തവരും, അഗ്നികുണ്ഡം ശസ്ത്രമാക്കിയവരും, കൂടം, ദണ്ഡം മുതലായിട്ടുള്ള ആയുധങ്ങൾ കയ്യിലെടുത്തവരും ഒക്കെ ആയിട്ടും പലരെയും കണ്ടു എന്ന് പറയുകയാണ്. ഒറ്റയായിട്ടും കൂട്ടായിട്ടും രാക്ഷസന്മാർ പല സ്ഥലത്തും കൂടി നിൽക്കുന്നതും ഒക്കെ മാരുതി കണ്ടു എന്ന് പറയുകയാണ്. ദർഭമുഷ്ടി പ്രഹാരാണാൻ അഗ്നികുണ്ഡായുധാം സഥാം കൂടമുൽഗരപാണീംശ ദണ്ഡായുധധരാനപി. പലതരത്തിലുള്ള ആയുധങ്ങളെ പോലെയുള്ള എന്താ പറയുക, കൂടം, വലിയ വലിയ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദണ്ഡങ്ങൾ, ഇതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടും കൂട്ടം കൂട്ടമായിട്ടും ഒറ്റയായിട്ടൊക്കെ നടക്കുന്നു രാക്ഷസന്മാർ. പലരും പല രൂപത്തിലാണ് അത്ര ഈ രാക്ഷസന്മാർ. ചിലവരൊക്കെ ഒറ്റ കണ്ണന്മാരാണ്, ചിലവരൊക്കെ ഒരു ചെവി മാത്രമുള്ളവരാണ്, ചിലരൊക്കെ മുല തൂങ്ങിയവരാണ്, ഉദരൊക്കെ വലുതായി കിഴിഞ്ഞവരാണ് ചിലരൊക്കെ. അതിഘോരമായ രൂപത്തിൽ ചെരിഞ്ഞ മുഖത്തോടു കൂടിയിട്ടുള്ള കണ്ടാഭികൃതന്മാർ, മുണ്ടന്മാർ, വിരൂപം അംഗമുള്ളവർ, ഇങ്ങനെയൊക്കെയാണ് കണ്ടത് അത്ര രാക്ഷസന്മാർ.
ഏകാക്ഷാൻ ഏകകർണാശ്ച ലംബോദരപയോധരാൻ. ഏകാക്ഷ ഒരു കണ്ണ്, ഒറ്റ കണ്ണന്മാർ, ഒറ്റ ചെവികളുള്ളവർ. ലംബോദരപയോധരാൻ, ഉദരങ്ങളൊക്കെ ലംബമായിട്ട് നിൽക്കുന്നവർ. കരാളാൻ ഭുക്തവക്ത്രാംശ, മുഖമൊക്കെ വികൃതമായിട്ട് കാണാൻ തീരെ സുഖമില്ലാത്ത വികടന്മാർ. വികടാന്വാമനാംസഥാ ധന്വിന ഖഡ്ഗിനശ്ചൈവ ശതഗ്നി മുസലായുധാൻ പരിഖോത്തമ ഹസ്താംശ വിചിത്ര കവചോജ്വലാൻ. ചിലരൊക്കെ വില്ലെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ധന്വിന. ചിലർ ഖഡ്ഗധാരികൾ, വാളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വലിയ വലിയ തടിയന്മാർ. അതിനിടയിൽ മെലിഞ്ഞ ആൾക്കാരുണ്ട്, നീളം കൂടിയവർ, ഒത്ത ഉയരമുള്ളവർ. മുണ്ടത്തരമോ കൂനോ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. വിരൂപന്മാരും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂട്ടത്തിൽ. അനേക രൂപത്തോട് കൂടിയിട്ടുള്ള അതിതേജസ്വികളായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ പല കൊടികളുടെ കാലൊക്കെ പിടിച്ചുകൊണ്ട്, കൊടിയൊക്കെ ഏന്തിക്കൊണ്ട്, വിവിധമായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ, ശക്തി വൃക്ഷം മുതലായവ എടുത്തവർ, അശനി തുടങ്ങിയ നിശ്ചിതമായ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചവർ, കവണകളുള്ളവർ, കവണക്കാർ, പാശധാരികൾ, കയറൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടും മാലകൾ അണിഞ്ഞുകൊണ്ട് കൊടിക്കൂട്ടുകളൊക്കെ പൂശിക്കൊണ്ടും അങ്ങനെയുള്ള ആൾക്കാർ, ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, വിചിത്ര വേഷം ധരിച്ചുകൊണ്ട് യഥേഷ്ടം സഞ്ചരിക്കുന്നവർ. പിന്നെ കൂർത്തുമൂർത്ത ശൂലങ്ങളും വജ്രം തുടങ്ങിയിട്ട് ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന അതിബലവാന്മാർ. അങ്ങനെ വർണ്ണിക്കാൻ അത്ര അധികമുണ്ടെന്ന് പറയണം. അങ്ങനെ ആ വീഥികളൊക്കെ ധാരാളം രാക്ഷസന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ആഞ്ജനേയൻ അങ്ങനെ മുന്നിലേക്ക് നടന്നത്. മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കാതെ വളരെ സൂത്രത്തിൽ ആഞ്ജനേയസ്വാമി മുന്നിലേക്ക് നടന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തീക്ഷ്ണശൂലധരാംശൈവ വജ്രണശ്ച മഹാബലാൻ ശതസഹസ്രം അവ്യഗ്രം ആരക്ഷം മധ്യമം കപി. അതിൻ്റെ ഇടയിലേക്കൂടെ, ആ രാക്ഷസന്മാരുടെ ഇടയിലേക്കൂടെ അവരൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ആഞ്ജനേയൻ, ആ വാനരൻ അങ്ങനെ നടന്നു. ധീരന്മാരായിട്ടുള്ള 10,000 പടകളാണ് അത്ര അവിടെ ഉണ്ടായിരുന്നത്, നിരത്തി നിന്നിരുന്ന ലങ്കാരാജ്യത്തിൻ്റെ മധ്യത്തിൽ. രാവണൻ തൻ്റെ കാവലിനായിട്ട് വച്ചിരുന്നവരാണ് ഇത്രയധികം ആൾക്കാരെ. ത്രികൂടപർവ്വതത്തിന് മുകളിലാണ് ഈ രാവണൻ്റെ കൊട്ടാരമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ആസുരനഗരിയിലെ ലങ്കാരാജ്യത്തിൽ വലിയ വലിയ കമാനങ്ങളോട് കൂടിയ ഉന്നതമായ മതിൽക്കെട്ടുകൾ എല്ലാം കണ്ടു. താമരപ്പൂക്കൾ നിറഞ്ഞ അഗാധമായിട്ടുള്ള കിടങ്ങുകൾ, ആ കിടങ്ങുകളോട് കൂടിയിട്ടുള്ളതാണ് രാവണൻ്റെ ഭവനം. ദേവനഗരിയെപ്പോലെ തന്നെ അതിന് തുല്യമായി ദിവ്യമായിട്ടുള്ള നാദങ്ങളെ കേട്ടുകൊണ്ടും കുതിരകളുടെയൊക്കെ ചെനക്കൽ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു അത്രേ. ആഭരണ സമൂഹങ്ങൾ, അതിൻ്റെ കളകളാ ശബ്ദം, അതുപോലെ രഥം, വിമാനം തുടങ്ങിയ വാഹന നിരകൾ, ഉത്തമമായിട്ടുള്ള തുരകങ്ങൾ, കുതിരകളൊക്കെ, വെൺമേഘതുല്യമായിട്ടുള്ള 4 കൊമ്പനാനകൾ, മിന്നിത്തിളങ്ങുന്ന പിടിയാനകൾ, മിന്നിത്തിളങ്ങുന്ന കോപ്പുകളോട് കൂടിയിട്ടുള്ള പിടിയാനകൾ, പിന്നെ പക്ഷിമൃഗാദികൾ ധാരാളം ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ നഗരം. ധാരാളം രാക്ഷസന്മാർ, ആയുധങ്ങളൊക്കെ ഏന്തി നടക്കുന്ന നിശാചര ഭടന്മാർ, 1000 ഭടന്മാർ കാവൽ നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. അങ്ങനെയുള്ള രാവണൻ്റെ ആ നഗരിയിലേക്ക്, അലങ്കരിച്ച നഗരിയിലേക്ക് മഹാകപീശ്വരനായിട്ടുള്ള ഹനുമാൻ പ്രവേശിച്ചു എന്ന് പറയുകയാണ്. രക്ഷിതം സുമഹാവീര്യർ യാതുധാനൈ സഹസ്വശാം. 1000-ൽ പരം രാക്ഷസന്മാരാൽ രക്ഷിക്കപ്പെട്ട രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് രാക്ഷസാധിപതർ ഗുപ്തം ആവിവേശ ഗൃഹം കപി. ആ രാവണപ്പെരുമാളുടെ നഗരിയിലേക്ക് മഹാകപീശ്വരനായിട്ടുള്ള
ഹനുമാൻ പ്രവേശിച്ചു. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ തൂണുകൾ, അതിലൊക്കെ തൂമുത്തുകൾ പതിച്ചിരിക്കുന്നു. ചന്ദനം, അകില തുടങ്ങിയ ദ്രവ്യങ്ങളുടെ നല്ല മണം അവിടെയെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അന്തഃപുരത്തിലേക്ക് വളരെ സമർത്ഥനായിട്ടാണ് വായുതനയൻ കടന്നത്. ആരും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും ആക്രമിക്കപ്പെടാൻ വഴി കൊടുക്കാതെ വളരെ രഹസ്യമായിട്ട് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി ഹനുമാൻ എന്ന് പറയുന്നത്. സഹേമ ജാമ്പൂനദ ചക്രവാളം മഹാർഹ മുക്താമണി ഭൂഷിതാന്തം പരാർത്ഥ കാലാഗരു ചന്ദനാക്കതം സരാവണ അന്തഃപുരമാവിവേശ. ആ രാവണൻ്റെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു ഹനുമാൻ എന്ന് പറയാണ്. അവിടെ അഗരു, ചന്ദനം മുതലായിട്ടുള്ള സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം പുകച്ചു വെച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള മണികളെ കൊണ്ടും ഒക്കെ ഭൂഷിതമായിരിക്കുന്നു. അങ്ങനെയുള്ള കൊട്ടാരത്തിലേക്ക് ആരും അറിയാതെ, മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ, വളരെ രഹസ്യമായിട്ട്, വളരെ സാമർഥ്യത്തോടു കൂടി വായുതനയൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലങ്കാപുരി ദർശനം എന്നുള്ള ഈ അധ്യായം സമർപ്പിക്കുന്നത്. ലങ്കാപുരിയെ കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വാനരനായിട്ടുള്ള ഹനുമാൻ വീണ്ടും ലങ്കാനഗരി നടന്ന് കാണുന്നതും പല പല കാഴ്ചകളും, അധികം കാണാനായിട്ടുള്ളതൊക്കെ അധർമ്മ കാഴ്ചകളാണത്രേ. അങ്ങനെയുള്ള അധർമ്മമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അന്വേഷിച്ച് നടന്നു എന്ന് പറയുന്നത്. അടുത്ത അധ്യായത്തിലും ലങ്കാനഗരി സഞ്ചരിച്ച് കാണുന്നതാണ്. പക്ഷേ താൻ ആവശ്യപ്പെടുന്ന തൻ്റെ ഇഷ്ട ഗുരുനാഥയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ മാത്രം കാണാൻ സാധിച്ചില്ല എന്ന് പറയുകയാണ്. ബാക്കി അനവധി അധർമ്മങ്ങളായിട്ടുള്ള രാക്ഷസ സ്ത്രീകളെയും രാക്ഷസികളെയും ഒക്കെ കാണാനായിട്ട് ഇടവന്നു. സീതാദേവിയെ മാത്രം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ. അങ്ങനെ അടുത്ത സർഗം പാരായണം ചെയ്യുമ്പോൾ ആ കാഴ്ചകളും ഹനുമാൻ കണ്ട കാഴ്ചകളെല്ലാം ഇതിൽ വർണ്ണിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ.